കോഴിക്കോട് ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ആദ്യ ഭർത്താവാണ് ആക്രമണം നടത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന കൂട്ടാളിട കാരടിപ്പറമ്പിൽ പ്രവേശിക്കാണ് മുൻ ഭർത്താവ് പ്രശാന്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയാണ് ആസിഡ് ഒഴിച്ചത്. ഫ്ലാസ്കിൽ കൊണ്ടുവന്ന ആസിഡ് ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. നിലവിളിച്ചോടിയ യുവതിയെ പിന്തുടർന്നും ആക്രമിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ ആശുപത്രി അധികൃതരും നാട്ടുകാരും സമീപത്തെ ടാക്സി ഡ്രൈവറായ ലിതിന്റെ സഹായത്തോടെ ആദ്യം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു. ചെറുവണ്ണൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അവിടെ വീട്ടിൽ നിന്ന് ആരും നിന്നിക്കില്ല. വീട്ടിൽ നിന്ന് ആരും വേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാത്തിനും ഒരു തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളാരും ഇല്ല. പിന്നെ സംഭവം എല്ലാം കഴിഞ്ഞാരെയാണ് ഞങ്ങളെ വിളിച്ചിട്ട് അറിയിക്കുന്നത്. സംസാരിക്കാനല്ല, പിന്നെ ഒളിച്ച് ബേക്ക് കൂടെ വന്നിട്ട് ഓളോട് എന്തോ രണ്ട് വാക്ക് സംസാരിക്കുക. അപ്പോൾ ഓള് വലിയേറ്റ് 2.5 വർഷം ബന്ധമൊന്നുമില്ലല്ലോ. അപ്പം വന്ന എന്തോ ഓള് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ചോദിച്ചോ. മുൻപ് ഇവർ ഒരുമിച്ച് ജീവിച്ച സമയത്തൊക്കെ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കി. ഇത്ര ഇതിൽ ഇങ്ങനെ ആസിഡ് വയ്ക്കുന്ന ഇതിൽ പിന്നെ കണ്ണിനൊക്കെ കുത്തിയിട്ട് കണ്ണിനൊക്കെ പ്രശ്നമാണ്, കണ്ണട വെച്ചിട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖത്തിൻ്റെ ഒരു ഭാഗവും പുറത്തും അത് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് കിഴിയെടുക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ എത്രയോ പരാതികൾ ഓരോരോ പ്രാവശ്യവും വീട്ടിലൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പരാതികളൊക്കെ എത്രയോ. എന്താ കാരണം? നിയമപരമായിട്ട് തന്നെയാണ്. പിന്നെ വടകര കോടതിയിലാണ് കേസ്. ഒഴിവായതാണ്, ബന്ധമല്ല ഒഴിവായ എല്ലാം. ആദ്യത്തെ ഉപദ്രവം കൊണ്ട് തന്നെയാണ്. കുടിയൊക്കെ 2 പ്രാവശ്യമായിട്ട് നിർത്തിയിരുന്നു. പിന്നെ രണ്ടാമത്തേൽ കുടി തുടങ്ങി. പിന്നെ എല്ലാം ഉണ്ട്, കഞ്ചാവുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു വിളിച്ചാലൊന്ന് പിടിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നല്ല വെള്ളത്തിലാണ്. അല്ല, എന്താ കാരണം നിങ്ങൾ വിചാരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഓൻ്റെ കൂടെ പോകണമെന്ന്. രണ്ടാമത്തേലും ഓൻ്റെ കൂടെ തന്നെ ഓള് പോകണം. വേറെ ഒരാളെ കൂടെ പോകാൻ സമ്മതിക്കില്ല, ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എപ്പോഴും പറയും. ജീവിക്കാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും. അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പല ഇതും ഉണ്ടാകുന്നവരൊക്കെ ഞങ്ങൾ പരാതിയൊക്കെ കൊടുക്കലുണ്ട്. പരിക്ക് മുഖത്തും ചെറിയ ഒരു ഭാഗം, മുഖത്തിൻ്റെ ഒരു ഭാഗം ഫുള്ളും, പിന്നെ ചെവിയും, പിന്നെ പുറത്തും നെഞ്ഞത്തൊക്കെ ഉണ്ട്. ഡോക്ടർ പിന്നെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം പിന്നെ ഡോക്ടറൊക്കെ വലിയ ഡോക്ടർ വന്ന് കാണിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ICUയിലേക്കാക്കാം. കണ്ണൂരിൽ ജോലി ചെയ്യുന്ന പ്രവിശ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് നാട്ടിലെത്തിയത്. തൃശൂരിൽ കോൾ ടാക്സി ഡ്രൈവറാണ് തിരുവോട് സ്വദേശി കാരിപ്പറമ്പിൽ പ്രശാന്ത്. പ്രശാന്തിനെ മേപ്പയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. ജനം, കോഴിക്കോട്.